നിയമസഭാ മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിലും ലാത്തിചാർജിലും പരിക്കേറ്റു മെഡിക്കൽ കോളേജിലെത്തിയ 12ഓളം KSU പ്രവർത്തകർക്ക് രാത്രി 8 മണിയായിട്ടും മതിയായ ചികിത്സ നൽകിയില്ലെന്നാരോപിച്ചാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ കാഷ്വാലിറ്റിക്ക് മുന്നിൽ കുത്തിയിരുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് പരിക്കേറ്റ പ്രവർത്തകരെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടു, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടു. അതിനുശേഷം ഇത്രയും വൈകിയ ശേഷമാണ് ഇവരെ അഡ്മിറ്റ് ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടായത്. ഇത് ഏറ്റവും ക്രൂരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടിയാണ്. ഇതൊരിക്കലും ഒരു സമരത്തിനും കേരളത്തിലുണ്ടാകാൻ പാടില്ലാത്തതാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു KSU പ്രവർത്തകനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മെഡിക്കൽ PG ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ രാവിലെ KSU നടത്തിയ നിയമസഭാ മാർച്ചിലാണ് പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടിയത്. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കിയും ഗ്രനേഡും പ്രയോഗിച്ചു. പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു. കല്ലേറിൽ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ KE ബൈജുവിന് പരിക്കേറ്റു. അരമണിക്കൂറോളം നീണ്ട സംഘർഷത്തിനിടെയുണ്ടായ ലാത്തിചാർജിൽ നിരവധി KSU പ്രവർത്തകർക്കും പരിക്കുപറ്റി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.